തീരെ ചെറിയ കാര്യത്തിനൊക്കെ ഇരുന്ന് കരയോ? ഈ സിനിമയിലെ ചെറിയ സെന്റിമെന്റ്സ് ക്ലൈമാക്സും ഒക്കെ കാണുമ്പോൾ അറിയാതെ കണ്ണറിയോ? നമ്മുടെ കൂട്ടുകാരുടെ സങ്കടങ്ങൾ നമ്മളോട് പറയുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീര് വരുമോ? ചിലപ്പോൾ വീട്ടിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി വന്ന് കയറുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം സംഭവിക്കുമ്പോൾ, വളരെ നിസ്സാരമായ ചില പത്രവാർത്തകളിൽ, ചിലപ്പോൾ അതിക്രൂരമായിട്ടുള്ള വലിയ വാർത്തകളിലൊക്കെ നമ്മുടെ കണ്ണ് വല്ലാതെ നനയുന്നുണ്ടോ? കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ അയ്യേ നീ ചെറിയ കാര്യത്തിന് ഇങ്ങനെ തളരല്ലേ എന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ ഭയങ്കര പാവമാണെന്നാണ് എന്റെ അർത്ഥം. നിങ്ങളുടെ മനസ്സ് വല്ലാതെ ശുദ്ധമാണ് എന്നാണ് എന്റെ അർത്ഥം. നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരാണ് എന്നതാണ് എന്റെ അർത്ഥം. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത് നിങ്ങൾ പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ളവരാണെന്നുള്ളതാണ്. ഈ നമ്മൾ പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ളവരാണ് എന്ന് മൂന്നാമതൊരാൾ അറിയുന്നിടം മുതൽ നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് എന്റെ അർത്ഥം, അല്ലേ? അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ മനുഷ്യൻ എന്നുള്ള നിലയിൽ നിഷ്കളങ്കനായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കയായ ഒരു ആത്മാവ്, ഒരു സത്വം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്, ഒരു പൊരുൾ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. അല്ലാതെ അത് നിങ്ങൾ കരുതുന്നത് പോലെ അസുഖമോ അല്ലെങ്കിൽ അത് ഒരു വല്ലാത്തൊരു ഒളിച്ചു വെക്കപ്പെടേണ്ട ഒന്നുമല്ല. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ, ചെറിയ മറ്റുള്ളവരുടെ വേദനകളിൽ പോലും നിങ്ങൾക്ക് വല്ലാണ്ട് നൊന്താൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം, നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം, പിടിയോ. അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഒരു മുൻകരുതൽ നമ്മൾ വേണം. ചെന്ന് പെട്ടെന്ന് ചതിക്കുഴികളിൽ ചാടിക്കൊടുക്കരുത്. നമ്മൾ പലർക്കും വേണ്ടിയിട്ട് കരഞ്ഞെന്ന് വരാം, പക്ഷെ നമ്മൾ ആർക്കു വേണ്ടി കരയുന്നോ അവരൊക്കെയും ജനുവിനാകണമെന്ന് നിർബന്ധമില്ല, അല്ലേ? പരകട്ടെ പ്രകാശം.